അപ്പോൾ നമ്മൾ അടുത്ത് വന്നേക്കുന്നത് ഹത്തയിലുള്ള ഹെറിറ്റേജ് വില്ലേജാണ്. അപ്പോൾ ഹെറിറ്റേജ് വില്ലേജിനോട് അതിനോട് ചേർന്നുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ കാണിച്ച ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഹത്തയുടെ ഓൾമോസ്റ്റ് നല്ലൊരു വ്യൂ കിട്ടും. ഇത്രയും ഇച്ചിരി ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അടിപൊളിയാണത്. കണ്ടോ, ഓൾമോസ്റ്റ് താഴെ മുഴുവൻ കാണാം. അടിപൊളി. ഈ താഴെ കാണുന്നതെല്ലാം ഹത്തയുടെ ഓരോ ഏരിയകളാണ്. അല്ലേ, ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. നല്ല രസമാണ് കേട്ടോ. താഴെ വീണ ചവിട് പൊടിയായിട്ട് താഴെ കിടക്കും. സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ക്ലൈമറ്റും അടിപൊളി ആയതുകൊണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിന്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ നമ്മൾ ടയേർഡായില്ല. ഈ താഴെ കാണുന്നതാണ് ഹത്ത ഹെറിറ്റേജ് വില്ലേജ്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇതൊക്കെ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളും ആളുകളുടെ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ്. വളരെ ശാന്തസുന്ദരമായ ഒരു പ്ലേസ് ആണ് കേട്ടോ ഹത്ത എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊരു ഹിൽ ടോപ്പ് ഏരിയ ആണ്. ഇതാണ് ഒരു ഇവരുടെ ഒരു ഇറിഗേഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത്, ഹത്ത ഫലാജ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഹെറിറ്റേജ് വില്ലേജിലേക്ക് പോവുകയാണ്. എന്തോ ഇവൻ്റ് കഴിഞ്ഞ് ഇതിൻ്റെ സാധനങ്ങളൊക്കെ തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റുന്നത് കാണാം. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഹത്ത ഫെസ്റ്റിവലും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അത് 31st വരെയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ആൾക്കാർ പോകുന്നു. പിന്നെ ഇവിടെയും അധികം ആളുകളെ ഒന്നും കാണാൻ സാധിച്ചില്ല. ഇതൊക്കെയാണ് ഹത്ത വില്ലേജ് എന്ന് പറയുന്നത്. ഹത്ത ഹെറിറ്റേജ് വില്ലേജ്. അപ്പം നമ്മൾ ഈ പോകുന്നത് അതിൻ്റെ തന്നെ ഒരു പാർട്ടായിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്. അതിൻ്റെ മുന്നിൽ ഇതാണ് നമ്മുടെ ഹത്ത ഫലാജ്. ഇതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കുറേ ദൂരം പോയി പിന്നെ കുറേ താഴോട്ട് പോയിട്ട് പിന്നെ വേറൊരു എക്സിറ്റ് വഴിയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. ഇതൊരു ആക്ടിവിറ്റിയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഹത്ത ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്നത്. പിന്നെ മുന്നോട്ട് പോയാൽ ഒരു കോഫി ഷോപ്പാണ്. അവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഹത്ത ഡാമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആ മേളിലേക്ക് കാണുന്ന ലൈറ്റ് കണ്ടോ? അങ്ങോട്ടൊന്ന് സൂം ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ആ കാണുന്നതാണ് ഹത്ത ഡാം. ഷട്ടിൽ പാർക്കിംഗ്. സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ഹത്ത ഡാമിന് തൊട്ട് താഴെയുള്ള പാർക്കിംഗ് സ്ലോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ആക്ച്വലി ഒരു 2020 ഈ ഒരു ഹത്ത ഡാമിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ജൂലൈ മാസത്തിൽ. അന്നേരം ഈ ഒരു പാർക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ പാർക്കിംഗ് ആയിരുന്നു.
ഫുള്ള് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു പാർക്കിംഗ് സ്ലോട്ട് മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല അതിമനോഹരമായിട്ടൊരു പാർക്ക് അവർ സെറ്റ് ചെയ്തു. അതും ഈ ഒരു മരത്തിൻ്റെ പോലെ ലൈറ്റൊക്കെ കാണുന്നത് ഇതെല്ലാം സോളാറാണ്. സസ്റ്റൈനബിൾ പാർക്കാണിത്. ഫുള്ള് എന്താണ് സോളാറിൻ്റെ പാനൽ വെച്ചിട്ട് അതിൽ നിന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും വളരെ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. നല്ല അടിപൊളി ഒരു പാർക്കാണ്. ഒരു വീക്കെൻഡ് ആണെങ്കിൽ പോലും ഉണ്ട്, ഒരു ക്രൗഡോ അങ്ങനെ ഒന്നുമില്ല. വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിലും അതേ അടിപൊളി ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ക്ഷീണമോ അങ്ങനെ ഒന്നുമില്ല. ഇതാണ് ആ ഒരു സസ്റ്റൈനബിൾ വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഞങ്ങൾ 2020 വരുമ്പം ഇതിനകത്ത് ഇങ്ങനെ വെള്ളം വരുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു പിക്ചറും ഈ ഒരു ഷെയ്ഖുമാരുടെ 2 പേരുടെ ഈ ഒരു പിക്ചർ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ വാട്ടർ വരുന്ന സെറ്റപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതൊരു പാർക്കൊക്കെ ആക്കി മാറ്റിയത്. എന്തായാലും നല്ല മനോഹരമായി ഒരു ലൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും അതേ പാർക്കിൽ ഭയങ്കര രസമാണ് കാണാനൊക്കെ. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഫോട്ടോ സ്പോട്ടുകളുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. കാരണം അത്ര മനോഹരമായിട്ട് നമുക്ക് ഒരുപാട് ഇപ്പം ഫാമിലിയോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് വന്നാലും അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സ്പോട്ടുകളുണ്ട്. ഇപ്പം ഫാമിലി ഗ്യാതറിങ്ങിന് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് കൂടിയിരുന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനുള്ള നല്ല നല്ല പ്ലേസുകളുണ്ട്. നല്ല രസമാണ്, അതിമനോഹരമായിട്ട്. ഇതൊരു ഒരു വ്യൂ ഡെസ്ക് ആണെന്ന് തോന്നുന്നു. കാരണം ഇതും പണ്ടില്ലായിരുന്നു, ഇത് പിന്നീട് ആക്കിയതാണ്. ആ ഒരു ഇങ്ങനെ കറങ്ങി കയറി പോകുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത്. ഒരു ലൈറ്റിൻ്റെ ഒക്കെ ഡിസൈൻ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ഹത്ത ഡാമിന് താഴെയായിട്ട് ഒരു സസ്റ്റൈനബിൾ പാർക്കുണ്ട്. അപ്പോൾ പാർക്കൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഇനി ക്യാമ്പിംഗ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ബാക്കി നമുക്ക് ക്യാമ്പിങ്ങിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇപ്പം നമ്മൾ ക്യാമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് സുഹൈല ഡാമിന് അടുത്താണ്. കാരണം നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പം അതിനടുത്തുള്ള ഒരു ക്യാമ്പിംഗ് സ്പോട്ട് നമ്മൾ കണ്ടു. അപ്പം അങ്ങോട്ടുള്ള പോക്കാണ്. ഞങ്ങൾ രാവിലെ അല്ല, ഒരു ഉച്ചയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ നമ്മൾ മേടിച്ചില്ല. ഫ്രഷായിട്ട് ഏതെങ്കിലും കടയിൽ നിന്ന് മേടിക്കാൻ നോക്കാം. അപ്പോൾ അവിടെ ഒരു സ്പോർട്സിൻ്റെ കഫറ്റീരിയ ഉണ്ടായിരുന്നു ഹത്തയുടെ ടൗണിനടുത്ത് തന്നെ. അപ്പോൾ അവിടുന്ന് നമ്മൾ അത്യാവശ്യമുള്ള ചാർക്കോളും കാര്യങ്ങളും ഒക്കെ മേടിച്ച്, പിന്നെ ബാക്കി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ സ്റ്റൗവും നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ ഇടാനുള്ള വുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഫുഡ് നൈറ്റിലുള്ള, കാരണം ഫ്രഷായിട്ട് ചൂടോടെ ഫുഡ് കഴിക്കാമല്ലോ എന്നുള്ള ഒരു പ്ലാനിൽ അവിടുന്ന് തന്നെ മേടിച്ച്, അവിടെ ഒരു സ്പോർട്സ് കഫറ്റീരിയ ഉണ്ടായിരുന്നു, അവിടുന്ന് തന്നെ ഞങ്ങൾ മേടിച്ച് അങ്ങനെ ടൗണിൽ നിന്നും കുറച്ച് ദൂരമാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടുന്ന് പോകുന്ന ഒരു വഴിയാണിത്. പോകുന്ന വഴിക്ക് കാണുന്ന ലൈറ്റാണ് ഇത്. എനിക്ക് തോന്നുന്നത് മറ്റേ ഹത്ത ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇതും. ഫുള്ള് റോഡിൻ്റെ നടുക്ക് ഫുൾ അങ്ങ് വരെ ഈ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുവാണ്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഈ ഒരു റൂട്ട് നേരെ പോകുന്നത് ഒമാനിലേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ദുബായിലേക്ക് തിരിച്ച് നേരെ യു-ടേൺ അടിച്ച് തിരിച്ച് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പം നേരെ ഒമാനിലേക്കുള്ള ഒരു റോഡാണ് ഈ കാണുന്നതെന്ന് തോന്നുന്നു. ഇതാണ് ഹത്ത DSF.
അങ്ങനെ നമ്മൾ സുഹൈല ഡാമിനടുത്തേക്ക് എത്തി. പോകുന്ന വഴിയിലൊന്നും അധികം വെളിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിവേ അധികം ആൾക്കാരെ ഒന്നും കാണാനും ഇല്ല. വലിയ അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വിട്ടു പോവുകയാണ്. ചെറിയൊരു ഓഫ് റോഡ് പോലത്തെ ചെറിയൊരു റോഡാണ്. പക്ഷേ എങ്കിലും എനിക്കൊന്ന് നല്ല ഇങ്ങനെ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ലൊരു റോഡ് കൂടിയാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. ഏത് തരത്തിലുള്ള വണ്ടികളും അങ്ങോട്ട് യാത്ര കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സുഹേല ഡാമിൻ്റെ അടുത്തുള്ള വേറൊരു ഇതിലെത്തിയിരിക്കുകയാണ്. വന്ന പാടെ തന്നെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് അവർക്ക് വിശക്കുന്നു. അങ്ങനെ അവരിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ നമ്മളിത് ഇവിടെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്ത് നമ്മളൊരു ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് അങ്ങനെ നമ്മളിത്തിരി വേണ്ടതേ 2 പേരിരുന്ന് തീ കായുന്നു. അതിന് തൊട്ട് പുറകിലാണ് നമ്മുടെ സുഹൈല ലേക്ക്. ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചാർക്കോൾ അടിക്കുന്നു, കഴിക്കുന്നു, ഫാമിലി ഗ്യാതറിങ് അങ്ങനെ എല്ലാം ഉണ്ട്. സംഭവം അടിപൊളിയാണ്. ഒരുപാട് വലിയ ക്രൗഡൊന്നുമില്ല, പക്ഷേ ഇടയ്ക്ക് നന്നായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നു. നല്ല തണുപ്പുണ്ട്. ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ്. നല്ല അടിപൊളിയായിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഓ, എന്തൊരു മുട്ട അത്! ആർക്കാണോ ഇത്രയും മുട്ടണത്? ഓ, അതിലിവിടെ തന്നെ അല്ലേ? ഇത് തന്നെ കാലത്തെ തന്നെ നേരം വെളുക്കാണല്ലോ ഈശ്വര. ലോകം അവസാനിക്കാറായോ? അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനായിട്ടുള്ള പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പം ഞങ്ങൾ ക്യാമ്പ് ചെയ്തതിന് തൊട്ട് മുന്നോട്ട് നോക്കിയപ്പം കുറച്ച് ഹൈറ്റിലായിട്ട് ഒരു പ്ലേസ് കണ്ടു. അപ്പോൾ ആ ഒരു പ്ലേസും കൂടെ ഒന്ന് കാണാമെന്ന് വെച്ച് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിച്ച് അവിടെ കയറ്റി നോക്കിക്കഴിയുമ്പോട്ട് ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിമനോഹരമായ ഒരു വ്യൂ ആണ്. അത് കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ അങ്ങ് ദൂരെ കുറേ മലകളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ക്യാമ്പ് ചെയ്തിട്ട് അവിടുന്ന് വരുന്നു. ഒരുപാട് ഗ്രൂപ്പൊക്കെ ആയിട്ടാണെങ്കിൽ ഇത്രയും ദൂരെയൊക്കെ ക്യാമ്പ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സിംഗിൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ എനിക്ക് വലിയ അഭിപ്രായമില്ല ഇത്രയും ദൂരെ സെപ്പറേറ്റ് പോയി ക്യാമ്പ് ചെയ്യുന്നതിനോട്. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് അവരവരുടെ സ്പേസ്
ഒരു സെപ്പറേറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് എല്ലാവരും മറ്റുള്ളവർക്കുള്ള റെസ്പെക്റ്റും കൊടുത്ത് അവിടെ എൻജോയ് ചെയ്യുന്നു. ഇവിടെ ആകുമ്പോൾ അത്രയും കുഴപ്പമില്ല, ഒരുപാട് ആളുകളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഓരോരുത്തർ അവരവരുടെ രീതിയിൽ എൻജോയ് ചെയ്യുന്നു മനോഹരമായിട്ട്. അങ്ങനെ വലിയ വളരെ മോശം അനുഭവം അങ്ങനെയൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ എല്ലാവരും തന്നെ എൻജോയ് ചെയ്ത് താമസിക്കുന്ന ഒരു ക്യാമ്പിംഗ് സ്പോട്ടാണിത്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അങ്ങനെ ആ ഒരു ക്യാമ്പിംഗ് സ്പോട്ടിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതിമനോഹരമായിട്ടൊരു വ്യൂ ആണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കണ്ട ഒരു വ്യൂ ആണിത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഏരിയയിൽ വന്ന് ക്യാമ്പ് ചെയ്യുന്നത്, ഈ ഹത്ത ഏരിയയിൽ. മറ്റു പല സ്ഥലങ്ങളിലും ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഏരിയയിൽ ആദ്യമായിട്ടാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ഒരു വ്യൂ ഒക്കെ ഭയങ്കര മനോഹരമാണ് രാവിലെ എഴുന്നേറ്റിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിയാണ്. ഇതാണ് സുഹൈല ഡാം എന്ന് പറയുന്നത്. ഈ ഒരു ഡാമിൻ്റെ നമ്മൾ താമസിച്ച് ക്യാമ്പ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സുഹൈല ഡാം റെസ്റ്റ് ഏരിയ. അതാണ് അതിൻ്റെ ഒരു ക്യാമ്പിൻ്റെ സ്പോട്ടിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹത്ത എന്ന് പറയുന്നത്. ഹത്ത ഒരു വൺ ഡേയിൽ അതിമനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. അതിനെ പറ്റിയൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. അപ്പം വന്നിട്ടില്ലാത്തവർ ഹത്ത എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോകൾ വരുന്നതായിരിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ, ബൈ ബൈ.